ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിന്നൊരു വീഡിയോ എടുക്കുന്നത്. കാരണം പഴയ പോലെ എല്ലാ ദിവസവും ഡ്യൂട്ടിയും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരാഴ്ചയായിട്ട് അവധിയാണ്. ഇനി എനിക്ക് അടുത്ത തിങ്കളാഴ്ച ഡ്യൂട്ടിക്ക് പോയാൽ മതി. അപ്പോൾ ഇന്ന് ഇവിടെ ദിവസം വെള്ളിയാഴ്ചയാണ്. ഇനി 2 ദിവസം കൂടെ അവധിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന്. കുറേ നാളായി ഞാനൊരു വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് എങ്ങും പോകാനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഇവിടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ കുറച്ച് കുക്ക് ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾ നാട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താണ്, നാട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്ന, നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചൂടേറിയ വിഷയങ്ങളൊക്കെ യൂട്യൂബിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് പറയാനാണ്. പിന്നെ ഞാൻ നിങ്ങളെ ഈ സാധനം കാണിക്കുന്ന വിചാരിച്ച് മാറ്റി വെച്ചേക്കാണ്. ഇത്തിരി ചോക്ലേറ്റ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്ക് കഴിക്കാനും പറ്റിയില്ല. ഞാൻ 2 കൊണ്ടുവന്നതായിരുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ ഇത് എന്തോ ഒരു ലിക്കറിൻ്റെ ടേസ്റ്റുള്ളൊരു ചോക്ലേറ്റാണ്. ഇതിൻ്റെ അകത്ത് ഫുള്ള് ഇത് ഇനി ഒന്ന് ഞാൻ പൊട്ടിച്ച് ഞാൻ ഇനി കഴിക്കാൻ പറ്റില്ല, അത് കളയും. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിക്കാറ്. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിനകത്തുനിന്നൊരു ലിക്വിഡ് ഇങ്ങനെ വരും, ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ട്. എന്നിട്ട് അതിനകത്തൊരു ബെറി ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഈ കാണാകത്തിരിക്കുന്ന ഒരു ബെറിയാണ്. ആ ബെറിക്കകത്ത് ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതെന്തോ ഒരു ഇതിൻ്റെ ഒരു സിറപ്പ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്തോ ഒരു സിറപ്പ് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. സ്ലൈറ്റ് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടോ എന്നൊരു ഡൗട്ടിൻ്റെ കാര്യം. മണത്ത് നോക്കുമ്പോൾ ഒരു ലിക്കറിൻ്റെ പോലൊരു മണമുണ്ട്. അപ്പോൾ കിച്ചണിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇത്ര നേരം കത്തി വെച്ചുകൊണ്ടിരുന്നത് റൂമിലാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുക, അത് നമുക്കൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ കുറച്ച് കാണിക്കാം. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്തിടാനുണ്ട്, പക്ഷേ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇടാതിരിക്കുമായിരുന്നു. ഞാൻ ഫ്രാങ്ക്ഫൂട്ടിൽ പോയ സമയത്ത് കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇടാൻ പറ്റിയില്ല ഇതുവരെ, അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് അത് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ കുറേ സമയം കഴിഞ്ഞതുകൊണ്ട്, ഇത്ര നാളായിരുന്നുണ്ട് ഒരു മടിയായിട്ട്. മതി റൈസ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വിചാരിച്ചൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വെജിറ്റബിൾ പുലാവ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ സൈഡായിട്ട് ഒരു ചിക്കൻ ഫ്രൈയോ ഒരു സലാഡും കൂടി ഉണ്ടെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ ഫുഡ് എന്നുള്ള സംഭവങ്ങളാവും. അപ്പം ഞാനിപ്പം റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം 20 മിനിറ്റിൽ മുകളിലായി. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞാണ് ഇപ്പം ഞാൻ കുത്തുന്നത്. ഇനിയിപ്പം ഞാൻ ഊറ്റി വെക്കട്ടെ. കുക്കറിനകത്താണ് വെക്കുന്നത്, ഈസി ആയിട്ട് പെട്ടെന്ന്. ഇതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം സെയിം അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കാനാണ് വെച്ചിരിക്കുന്നത്. സോയാബീൻ ഞാൻ വെള്ളത്തിൽ ഇട്ട് കൊടുത്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സവോള ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന സ്പൈസസും കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ
ബേ ലീഫിൻ്റെ ഇത് ഞാൻ ഒരു ഗ്ലാസ് അരി ഇട്ടേക്കുന്നത്. ഞാൻ ഗ്ലാസ് ഏതാണെന്ന് കാണിച്ചു തരാവേ. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ അരി എടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു ഗ്ലാസ്സിന് അത്രയും വെള്ളം, ഈ ഒരു ഗ്ലാസ് നിറച്ച് വെള്ളമാണ് എടുക്കുന്നത്. പിന്നെ സ്പൈസസ്, ഒരു കുഞ്ഞി കഷ്ണം ബേ ലീഫ്, 2 ഗ്രാമ്പു, 1 ഏലക്ക, 1 തക്കോലം, ഇത്ര കഷ്ണം പട്ട, ഒരു കുഞ്ഞി കഷ്ണം. ഞാൻ കുറച്ച് പെരിഞ്ചീരകം കൂടെ ഇടും. എനിക്ക് പെരിഞ്ചീരകം കഴിക്കാനും പേഴ്സണലായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരകം കൂടെ അതിനകത്തിടും. ഇത് വേണ്ടാത്തവർ ചേർക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി ഞാൻ ഒരു സവോള എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് അരിഞ്ഞ് വെക്കട്ടെ. എൻ്റെ പച്ചമുളകൊന്നുമില്ല, അപ്പം ഞാൻ പച്ചമുളകിന് പകരം മുളക് പൊടി കുരുമുളകുമാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, 231 സബ്സ്ക്രൈബേഴ്സോ മറ്റേ ഉള്ളൂ. അപ്പം ഇനിയും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ കോമൺ ആയിട്ടുള്ള ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണോ ഉണ്ടാകുന്നത് അത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതും ഡ്യൂട്ടിയിലും പിന്നെ കുക്ക് ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇടാൻ പ്ലാൻ ചെയ്യുന്നത്. ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള വീഡിയോസാണ്. പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ജർമ്മനിയിൽ വന്നിട്ട് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഇട്ടിട്ട് കാര്യമില്ല. എനിക്ക് അങ്ങനെ നല്ലോണം അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടുന്നുള്ളൂ. ഞാൻ അങ്ങനെ ഇട്ടേക്കുന്ന 1-2 വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജിൻ്റെ ഇതിനെക്കുറിച്ചും ലാംഗ്വേജ് എങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്, ലാംഗ്വേജ് ക്ലാസ് എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ളത്. B2ൻ്റെ എൻ്റെ എക്സാം കഴിഞ്ഞു, പാസ്സായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അപ്പോൾ ഞാൻ ഇന്ന് അതിനെക്കുറിച്ചും കൂടി ചെറുതായിട്ടൊന്ന് പറയാനും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ B2 ഇവിടെ വന്നിട്ട് ഓൺലൈനാണ്, B1 ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. B2ൻ്റെ എക്സാമും ക്ലാസ്സും ഇവിടെ വന്നിട്ടാണ് അറ്റൻഡ് ചെയ്തത്. അത് ലിങ്കോഡ എന്ന് പറയുന്ന ഒരു ഷൂളെ കണ്ടക്ട് ചെയ്തതാണ്. അപ്പം ഞാനിവിടെ വന്നിട്ട് ആൽഗമേനെ B2 ആണ് എഴുതിയത്, ടെൽക്ക്. അപ്പോൾ ഞാനിതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ലാംഗ്വേജിനകത്ത് ഉണ്ടായിട്ട്. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നമുക്ക് ലാംഗ്വേജ് നമ്മൾ പഠിക്കണം എന്നുള്ളത് അത്യാവശ്യമാണല്ലോ. പിന്നെ നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നെങ്കിൽ മനസ്സിലാവണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലാംഗ്വേജ് അറിഞ്ഞത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ടാണ് B2 ചെയ്തത്. അപ്പം B2 ഓൺലൈൻ ക്ലാസ്സും കൂടി ആയിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ഭയങ്കര ടഫായിരുന്നു. കാര്യം ഡ്യൂട്ടിയും ക്ലാസ്സും എല്ലാം കൂടി ആയതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എക്സാം വന്നു. എക്സാമും എന്തായാലും പാസ്സാവാൻ ദൈവം സഹായിച്ചു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ബുദ്ധിമുട്ടാണ്, പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പം ഇവിടെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ 3 പേരും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. 3 പേരും നല്ലോണം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു കേട്ടോ. ഉള്ള സമയത്ത് ഞങ്ങൾ 3 പേരും കൂടെ ഓരോ മെറ്റീരിയൽ എടുത്ത് പ്രാക്ടീസ് ചെയ്യും. പുതിയ വേർഡ്സ്, വൊക്കാബുലറീസ് ഒക്കെ എഴുതിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ലേസൺ ആണെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു ആൻസർ ഒരാൾക്ക് ശരിയായിരിക്കും, ചിലപ്പോൾ ഒരാൾക്ക് ശരിയാകത്തില്ല. അപ്പോൾ ആ ശരിയായ ആൾ എങ്ങനെ അവർക്ക് ശരിയായ ഉത്തരം ശരിയാവാൻ അവരെന്ത് മെത്തേഡാണ് ഉപയോഗിച്ച് അവരെങ്ങനെ വായിച്ചപ്പെടാൻ ശരിയായി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു, ആരാണ് ശരിയാവുന്നത്. അപ്പം നമുക്കും കൂടി അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുമായിരുന്നു. പിന്നെ എക്സ്പ്രഷനും അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമായിരുന്നു. അത് ഞങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ വൊക്കാബുലറി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്. കാര്യം നമ്മൾ എത്രമാത്രം വൊക്കാബുലറി പഠിക്കുന്നോ അത്രയും വാക്കുകൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ ലേസൺ ചെയ്യുമ്പോഴാണെങ്കിൽ അതിനകത്തൊരു വാക്കുണ്ടാകും. അപ്പം ഒരു വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ അർത്ഥമേ മാറിപ്പോകും. അപ്പം ഒരു വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ പുതിയൊരു മീനിങ് അതിനകത്ത്, ഒരു സെൻറ്റൻസിനകത്ത് മീനിങ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം നമുക്ക് എല്ലാ വേർഡും നമുക്ക് അറിയണം എന്നില്ല ചില സമയത്ത്.
അപ്പോൾ നമ്മൾ ലേസൺ ചെയ്യുന്ന സമയത്ത് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ മീനിങ് എടുക്കാൻ നോക്കണം. കാരണം ഇപ്പം നമ്മളൊരു ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫുള്ള് വായിച്ചു, അപ്പം അതിനകത്ത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള മീനിങ് നമ്മൾ എടുക്കാൻ നോക്കണം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവും. ഇപ്പം പിന്നെ ഞാൻ ഉപയോഗിച്ചൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ലേസനകത്ത് നമ്മൾ ചെയ്തൊരു ആൻസർ കുറച്ച് കറക്റ്റായി, അപ്പോൾ രണ്ടാമത്തെ ലേസനകത്തും നമ്മൾ ഞാൻ ആദ്യം ലേസൺ ചെയ്തപ്പം ഞാൻ എങ്ങനെ വായിച്ചപ്പോഴാണ് എനിക്ക് ആ ഉത്തരത്തിലോട്ട് എത്താൻ എന്നെ സഹായിച്ചത്, ആ മെത്തേഡ് നമ്മൾ ഇതിനകത്ത് ഇട്ട് നോക്കി. ചിലപ്പോൾ അത് കിട്ടും, ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പം കിട്ടണമെന്നില്ല. പക്ഷെ നമുക്കത് ഏറെക്കുറെയൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ജർമ്മൻ മൂവീസും വ്ളോഗ്സൊക്കെ കാണണം എന്നൊക്കെ, കാണുന്നത് നല്ലതാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. പക്ഷെ ഞാനത് ഒന്നോ രണ്ടോ ഒക്കെ ഒരു ഫിലിമോ 2 ഫിലിമോ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒരുപാട് ഞാനങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ കൂടുതലും ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണെങ്കിലും നമ്മുടെ കൊളീഗ്സിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും പേഷ്യൻസിനോട് സംസാരിക്കുമ്പോഴാണ് ജർമ്മനിൽ തന്നെ അല്ലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ കുറച്ച് ഹെൽപ്ഫുള്ളാണ്. നാട്ടിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ജർമ്മനിലെ പോഡ്കാസ്റ്റും ഏതെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ്, മീൻസ് ഇപ്പോൾ അത് പോഡ്കാസ്റ്റ് തന്നെ ആവണമെന്നില്ല. ഇപ്പം നിങ്ങൾക്കൊരു കുക്കിംഗ് ചാനലാണ് ഇഷ്ടമെങ്കിൽ ജർമ്മനിലുള്ളൊരു കുക്കിംഗ് ചാനൽ കണ്ടാലും കുഴപ്പമില്ല. നമുക്ക് അതിനകത്ത് നിന്നെങ്കിലും കുറച്ച് വേർഡ്സ് അവർ പറയുന്നത് മനസ്സിലാവുമല്ലോ. സബ് ടൈറ്റിൽ ഇട്ടിട്ട് കേട്ടാൽ മതി. ഇപ്പം സിനിമ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ജർമ്മനിലെ സിനിമ കാണുക, പോഡ്കാസ്റ്റ് കേൾക്കാൻ ഇഷ്ടമുള്ളവർ പോഡ്കാസ്റ്റ് കേൾക്കുക. പിന്നെ കുഞ്ഞു സ്റ്റോറി ബുക്സുകൾ, ഇപ്പം വലിയ സ്റ്റോറി ബുക്സ് പഠിക്കാതെ കുഞ്ഞു പിള്ളേർ വായിക്കുന്ന പോലത്തുള്ള സ്റ്റോറി ബുക്സ് ആദ്യമേ വായിക്കുമ്പോൾ അതിനകത്തൊന്നും കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അയ്യോ, എനിക്കാണെങ്കിൽ ആ വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ ഓർമ്മ വന്നത്, മേളിലൊരു വീട്ടുകാർ താമസിക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ, എന്തോ ശല്യമാണെന്നറിയാവോ. നമുക്ക് രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും നമ്മൾ ഏറ്റവും താഴത്തെ നിലയിൽ താമസിക്കുന്നത്. ഞങ്ങൾ തൊട്ട് മേളിലാണെങ്കിൽ ഒരു റൂമുണ്ട്. പട്ട നീന്ത ഇടിക്കുവാണോ ചവിട്ടുവാണോ എനിക്കറിയത്തില്ല, എന്തുപാട് ചെയ്യുന്നതിന്. ഏതാണ്ടൊക്കെ ഇട്ട് വലിക്കുവോ, ബഹളവും ഒച്ചയും നമ്മളൊന്ന് ഉറക്കം പിടിച്ച് വരുമ്പോഴായിരിക്കും ഇവർ ബഹളം വെക്കുകയും വലിക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ തലയിലോട്ട് ഏതാണ്ട് എല്ലാം കൂടെ പൊളിഞ്ഞ് വീഴുന്നോളം തോന്നും. ഇതിങ്ങനെ ആണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ കംപ്ലൈൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കെന്നാണെങ്കിൽ ദേഷ്യം വന്ന് ഞാൻ പുറത്തിറങ്ങിയത് ആരാ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒച്ച വെക്കുമ്പോഴത്തേക്കും അവർ പതുക്കെ നടക്കും. സാധാരണ ഇവിടെ വരുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞാൽ നമ്മളിവിടെ ഒച്ച വെക്കുവാണെങ്കിലും ഇവിടെ റൂഹേ ടൈമൊക്കെ ഉണ്ട്. ഈ ബിൽഡിങ് പക്ഷെ നേരെ തിരിച്ചാണ് എനിക്ക്. ഇവിടെ ഒച്ചയൊന്നും വെച്ചാലൊന്നും ആർക്കും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയത്തില്ലോട്ടെ, ഇതുവരെ ആർക്കും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നേരത്തെ ഒന്ന് കംപ്ലൈൻറ്റ് പറയുകയൊക്കെ ചോദിക്കില്ലേ. പിന്നെ ഞാനിപ്പോൾ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ അത് നടക്കുന്നുണ്ട്. കാണിക്കും. പിന്നെ ഇനി ഞങ്ങൾക്ക് എക്കണോമിൻ്റെ എക്സാമുണ്ട്. ഇനി അതുകൂടി അതിൻ്റെയും കൂടെ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിസയുടെ കാര്യമേ, വിസ ഇപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വിസയുടെ ടെർമിനുണ്ടായിരുന്നു. അപ്പം തൽക്കാലത്തേക്കൊരു ഫിക്സിയോൺ ഷൈനികവും എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് 1 ഇയറിലേക്ക് വേണമെങ്കിൽ 1 ഇയറിലേക്ക് തരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്താ കമൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഫിക്ഷൻ പേഷ്യൻ നമുക്ക് 1 ഇയറിലേക്ക് തന്നെ ചെയ്യണോ, അതോ ആർക്കെങ്കിലും കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണോ നല്ലത് എന്നറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. രാവിലെ ഇട്ട് ചായ തണുത്ത്. ഇനി ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടി കാണിക്കാം. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട്
അങ്ങനെ പുറത്തൊക്കെ വെളിയിലൊക്കെ ഞങ്ങൾക്ക് ക്യാപ്സിക്കം കിട്ടും, അതിൻ്റെ അരിയൊക്കെ കൊണ്ടിടാൻ നോക്കിയിട്ട്, പക്ഷെ അതൊന്ന് കിളിച്ചിട്ടില്ല. പക്ഷേ ഞാനിവിടെ ഒരു മിൻറ്റ് മേടിച്ചിട്ട് അത് ചുമ്മാ നോക്കി, പക്ഷേ അത് പിടിക്കുന്നുണ്ട്. ഞാനത് കണ്ടോ, ഞാൻ മിൻറ്റ് മേടിച്ചപ്പോൾ അതിൻ്റെ തണ്ട് കൊണ്ടുവന്ന് ജസ്റ്റ് നട്ടതാണ്. ഇത്രയും കൊണ്ടുവച്ച് നട്ടതാണ്, ഇത്രയും ആയപ്പോൾ. പക്ഷേ ഇത്രയും വളർന്നോ എന്താണെങ്കിലും ആദ്യമായിട്ട് വെച്ച ഒരു ഇത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ വീണ്ടും പൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കിങ്ങിലോട്ട് പോകാനാ. ഷീന ചേച്ചി ഉണ്ട്. ഷീന ചേച്ചി ബിറ്റോൻ്റെ എക്സാം പാസ്. ഷീന ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. വെള്ളത്തിൻ്റെ ഒരു വെള്ളം സാധനം പൊങ്ങിക്കിടക്കുന്നത് വെള്ളത്തിൻ്റെ ആയിരിക്കും. ഞാൻ സവോള ഇട്ടു, പക്ഷേ ആദ്യം സവോള അല്ലായിരുന്നു ഇട്ടേണ്ടത്. സവോള, ഗ്രാമ്പു, പെരുംജീരകം. എനിക്ക് പെരുംജീരകം കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇടുന്നത്. ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. നമ്മളത് ക്രമി കത്തിച്ചിടാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇപ്പം തന്നെ ആ ഒരു മസാലയുടെയൊക്കെ മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒന്ന് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ക്യാരറ്റും ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇടാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ടിട്ടുണ്ട്. ബീൻസ് നാഷണൽ ബീൻസ് ഇടാം. നമ്മുടെ ഗ്രീൻ ബീൻസ് ഇല്ലേ, പട്ടാണി, അതിലിടണമെങ്കിൽ അത് ഇഷ്ടമുള്ളവർക്ക് അതിടാം. ഗ്രീൻ ബീൻസ് വെച്ച് സോസാണ് ഇവിടുത്തെ വലിയ ഇഷ്ടപ്പെട്ടിട്ട്. ചേച്ചിക്ക് 5 രൂപയാണോ കൊടുക്കുന്നത്? 5 രൂപ നീ മാറ്റിയതാന്ന് തോന്നുന്നു. ഇത്ര ഇല്ല, ഞാൻ മാറ്റില്ല. ഇപ്പം ആക്കിയപ്പോൾ ആയോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇതെല്ലാം കിടന്നു. കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മുടെ സോയാബീനുണ്ട്, സോയാബീനും കൂടെ ചേർക്കാം. ഇപ്പം ഞാൻ സോയാബീന് അതിനകത്തോട്ട് ഇടുന്നുണ്ട്. അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് പിഴിഞ്ഞ് അതിനകത്തിട്ടില്ല. ഇതുവരെ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പും ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടി ഒന്നും, ഒരു മസാലപ്പൊടിയും ചേർത്തിട്ടില്ല. ഇനി ഈ സോയാബീനും കൂടി ഒന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് എല്ലാം ചേർക്കാവേ. നമുക്കിപ്പോൾ ഉപ്പ് ചേർക്കാം. ഈ കുറച്ച് വേണം നോക്കാൻ കേട്ടോ. ഞാൻ 5 ഇട്ടേക്കിന്. അപ്പോൾ ഉപ്പ് അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവാണേ. മതി. സമയത്ത്
ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഉപ്പ്, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക്, മഞ്ഞൾപ്പൊടി. കഴുകി വെച്ചിരിക്കുന്ന അരി കഴുകി കുതിർത്ത് വെച്ചാണ് 1/2 മണിക്കൂർ. ഈ ഗ്ലാസ്സിലായിരുന്നു ഞാൻ 1 ഗ്ലാസ് അരി അളന്നത്. ഇതിനകത്ത് തന്നെ 1 ഗ്ലാസ് വെള്ളം. നന്നാവുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തോ കേട്ടോ. കുഴഞ്ഞു പോവുകയാണെങ്കിൽ ഫോളോ ചെയ്യണ്ട. ഇത് ചെയ്യാൻ ശ്രമിക്കേണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പില്ല, ഉപ്പ് വേണം. അപ്പം നമ്മൾ ഉപ്പെല്ലാം ഇട്ടിട്ട് വേണം, ഉപ്പെല്ലാം നോക്കി വേണം വെക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പൊന്നും ശരിയാക്കാൻ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഉപ്പും എരിയൊക്കെ മതി. 4 സാലഡ് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇടുവാണ്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മളിനി അരച്ചു വെക്കും കേട്ടോ. പരിപാടി ഇലയും കൂടെ ഞാൻ ഒരു 8-ൽ വെക്കുവാണ്. ഒരൊറ്റ വിസിൽ വെക്കുമ്പം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെജ് ബിരിയാണിയുടെ വെജ് പുലാവിൻ്റെ എല്ലാം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി വിസിലടിക്കാതെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഞാനിവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. വേസ്റ്റ് കളയാൻ പോകണം. വേസ്റ്റ് ഒരുപാടായി. മതി. ഇനി ഇത് ഫുൾ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്കൊരു ഫുള്ള് തണുത്ത് കഴിയുമ്പം എടുക്കാം. നോക്കാം നമുക്ക് എന്താവും. വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവാണ്. എന്താ ഞങ്ങളൊക്കെ എല്ലാവരും ഓഫാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തിരിച്ചു വരുമ്പോൾ കാണിക്കാം. ഫ്രൂലിംഗ് ആയതുകൊണ്ട് വിൻ്ററിൻ്റെ വലിയ ഇത് കഴിഞ്ഞതുകൊണ്ട് ഇപ്പം പൂക്കളൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പൂക്കളൊക്കെ പൂക്കാനൊക്കെ തുടങ്ങി. വേസ്റ്റ് കളയാൻ വേണ്ടി വന്നേ. ഇത് ഞങ്ങളുടെ വേസ്റ്റ് കളയുന്ന സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ മുമ്പുള്ള വീഡിയോസിനകത്തൊക്കെ. നമുക്ക് കളയട്ടെ. അയ്യോ, എന്നാൽ ഇത് അപ്പുറത്തോട്ട് പോയി. ഇപ്പം ഇത് വലിച്ച് നീക്കണമെന്ന് വെച്ച് പാടാ. ഒരു മിനിറ്റ്. എന്താ കുഞ്ഞു പൂക്കളൊക്കെ കണ്ട? പൂക്കളൊക്കെ കണ്ട? നമ്മുടെ നാട്ടിലേത് എന്തോ വടമുല്ലയാണോ? വടമുല്ല എന്നത് എന്തോ.
അത് മാങ്ങാനാരിപ്പൂവോ അങ്ങനെ കണ്ടില്ലേ ഇത് പറയുന്നേ. നമ്മുടെ അവിടെ ഒരു കുഞ്ഞു കുപ്പി ഉണ്ട്, അതിനകത്താക്കി വെക്കാം നമുക്ക്. ബാക്കിൽ ഇങ്ങനൊരു കളറ്, നല്ല മണമുണ്ട്, സ്വീറ്റ്. അത്രയുണ്ട്, ഇത്രയും പൂക്കൾ പറിച്ചു മതി. നല്ല ഭംഗിയുണ്ടല്ലേ. ഓനെത്തി, ഓൻ്റെ ഫ്രണ്ടിലെത്തി. അതെ, ഇതിനകത്ത് വെക്കാം. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഫ്ലവേഴ്സൊക്കെ എടുത്ത് വെച്ചു. ബ്യൂട്ടിഫുൾ ആയെന്ന് തോന്നുന്നു. അതായത് ആയിരിക്കട്ടെ അവിടെ. അപ്പോൾ നമ്മുടെ കുക്കർ ഓക്കെ. ചോറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. എന്നാൽ അധികം വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ. നല്ലപോലെ വന്നിട്ടുണ്ട്. ഈ റെസിപ്പി ഫോളോ ചെയ്യാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല, നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സെർവ് ചെയ്യാം. സെർവിങ് ബൗളിലോട്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി വെജ് ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ, ഞാനിത് ആദ്യമേ തുടങ്ങിയപ്പം എന്താവും എന്നൊക്കെ സംശയിച്ചിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഇത് ഇച്ചിരി സോയാബീനും ക്യാരറ്റും വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ട് സൂപ്പർ വെജ് ബിരിയാണി, അടിപൊളി. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ ഞാൻ ചിക്കനും ഫ്രൈ ചെയ്തിട്ടുണ്ട്. എടുക്കാൻ അപ്പോൾ ഞാൻ ചീന ചേച്ചിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. ഒരു ചിക്കനും കൂടെ പിടിച്ചു, എന്നാ ഇതോടെ പിടിച്ചു, ഇതോട് കടി കഴിക്കാൻ ഫുള്ള് കഴി. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ നിങ്ങൾ ഇത്, ചേച്ചി ബാക്കിലുണ്ട്, പക്ഷെ ചേച്ചിക്ക് ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരാൻ ഇച്ചിരി മടിയായതുകൊണ്ടാണ് ഞാൻ ചേച്ചിക്ക് കൊടുത്തു. ചേച്ചി കഴിച്ചു, നല്ലതായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം. ഈസി ആയിട്ടുണ്ടാക്കാം. സാധനമെല്ലാം പെട്ടെന്ന് അരിഞ്ഞു വെക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരൊറ്റ വിസിൽ കുക്കറിനകത്ത്. ചോറിട്ട് വെന്തും പോയിട്ടില്ല, അധികം അങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല. അതിൻ്റെ കൂടെ ഒരു സലാഡോ ഈവൻ ഒരു എഗ് ഫ്രൈയോ ഒരു പരിപ്പ് കറി ആണെങ്കിൽ പോലും സൂപ്പർ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. അച്ചാർ വേണ്ടുന്നവർക്ക് അച്ചാർ ഉപയോഗിക്കാം. നാരങ്ങ അച്ചാറോ മാങ്ങ അച്ചാറോ ഒക്കെ ഉപയോഗിക്കാം. സൂപ്പർ ആട്ടോ.
നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയിൽ നല്ല ക്രിസ്പി ആയിട്ട് ചിക്കൻ എങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് കാണിച്ചു തരാം. നിങ്ങളെ ക്രിസ്പിനെസ് കേട്ടോ, നല്ല മൊഴി മുരാതിരിക്കുന്ന ചിക്കൻ ഫ്രൈ അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. എണ്ണ വളരെ കുറച്ച്. ഓക്കെ, അപ്പോൾ ഞാനിത് കഴിച്ച് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതിന് ശേഷം ചായയുടെ സമയത്ത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുമായിരിക്കും. അപ്പം പിന്നെ കാണാം. ബൈ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇവിടെ സമയം 7 മണി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ 7 മണിയായി. ഫുഡ് കഴിച്ച് നല്ലോണം കിടന്നുറങ്ങി. അപ്പോൾ ഒരു കോഫിയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. യൂട്യൂബ്സൊക്കെ തുറന്നു പോയപ്പം ഒരു ക്യാരറ്റ് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഇവിടെ ക്യാരറ്റ് പായസം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ട്. ക്യാരറ്റ് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെ എൻ്റെ ഒരു വേർഷനിൽ ഒരു തട്ടിക്കൂട്ടി ക്യാരറ്റ് പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അപ്പോൾ ക്യാരറ്റ് പായസത്തിന് വേണ്ടി ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 3 ക്യാരറ്റ് കൊണ്ടാണ് ഞാനിന്ന് ക്യാരറ്റ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ക്യാരറ്റ് പായസം. അപ്പം എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്യാരറ്റ് പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഈ കോഫി ഒന്ന് കുടിച്ചിട്ട് ദാഹിക്കുന്നു. അപ്പോൾ ക്യാരറ്റ് പായസത്തിന് ഞാൻ ഒരു 2-3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അരിപ്പൊടി ചെറുതായിട്ട് ചെറിയ ചൂടുവെള്ളത്തിനകത്ത് കുഴച്ചിട്ട് ചെറിയ ചെറിയ മണികളായിട്ട് ഇങ്ങനെ ഉണ്ട ഉരുട്ടി വെച്ചേക്കുവാണ്. ഒരു ബട്ടർ, കുറച്ച് നട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം എടുക്കാവേ. ബട്ടർ ചപ്പിക്കകത്ത് ഇടുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡ്രൈ നട്ട്സും ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ച് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇത് മാറ്റിയിട്ട് നമ്മുടെ ക്യാരറ്റ് ബട്ടറിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ വേറെ ഒരു തിരക്ക് പിടിച്ചൊരു പണിക്ക് പോയതുകൊണ്ട് എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ക്യാരറ്റ് ജസ്റ്റ് അതിനകത്തിട്ട് സോട്ട് ചെയ്ത് അവിടെ വരെ കാണിച്ചായിരുന്നല്ലോ. പിന്നെ ഞാൻ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ എടുക്കുക. ഷുഗർ എടുത്തിട്ട് നമ്മുടെ ബ്രൗൺ കളറിലെ ഷുഗർ ആണെങ്കിൽ ഒരു പിങ്ക് കളർ കിട്ടും നമ്മുടെ പായസത്തിന്. പിന്നെ ക്യാരറ്റ് കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകം അങ്ങനെ തിരിച്ചറിയത്തില്ല, എന്നാൽ ആ ഒരു പാലിനൊരു പിങ്ക് കളർ വരും. പിന്നെ ഇങ്ങനൊരു കളർ കിട്ടും നമ്മുടെ ബ്രൗൺ കളറിലെ ഷുഗർ ആണെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലെ ഷുഗറിലാണെങ്കിലും മതി. എന്നിട്ട് അത് ഒന്ന് കാരമലൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പൊടിച്ചിട്ടാലും മതി. ഞാനത് ജസ്റ്റ് കാരമലൈസ് ചെയ്തു. ഒരു ചട്ടിക്കകത്തോട്ട് പഞ്ചസാര ഇട്ട് അതൊന്ന് ഉരുക്കിയെടുത്തിട്ട് അതിനകത്തോട്ട് പാലും ഒഴിച്ചു. അതിനകത്ത് തന്നെ ഞാൻ ഒരു ഏലക്കയും കൂടെ പൊട്ടിച്ച് ഇട്ടു. പിന്നെ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ ഒരു തുള്ളി വാനില എസൻസും കൂടെ ഒഴിച്ചേക്കുക. എന്നിട്ട് ഈ നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഈ പാലൊന്ന് തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റാൻ തുടങ്ങണം. എന്നിട്ട് അതിനകത്തോട്ട് ഈ ക്യാരറ്റിനകത്തോട്ട് ഒഴിച്ചു. അത് പിരിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. ഇപ്പോൾ ഞാൻ ആ അരിപ്പൊടി ചെറിയ ചെറിയ മണികളായിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇതിനകത്തോട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാം. പിരിഞ്ഞു പോകാതെ നമ്മളിനി ശ്രദ്ധിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡൊക്കെ ഉള്ളവരാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇതിനകത്തോട്ട് ഒഴിക്കാം. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ഒന്നും ഒഴിക്കുന്നില്ല. ജസ്റ്റ് ഇതൊന്ന് ചൂടായി വരട്ടെ. നമ്മൾ എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിനകത്തോട്ട് ഇട്ടെടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്നൊരു സ്വീറ്റ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കാം.
അപ്പോൾ നമ്മൾ നട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇതിനകത്തോട്ട് നമുക്ക് ഇത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. ഷീനി ചേച്ചി ടേസ്റ്റ് ചെയ്യാൻ പോകണേ. അതങ്ങനെ കുടിച്ചോ, നല്ല സ്പൂണ്. അതോടുകൂടി ഇതാക്കിയോ. നന്നായിട്ടുണ്ടോ? ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാനിനി പായസം ടേസ്റ്റ് ചെയ്യട്ടെ. കൊള്ളാം. മധുരം ഇച്ചിരി കൂടുതലുണ്ടെന്ന് തോന്നുന്നല്ലേ? മധുരം ഇച്ചിരി കൂടുതലുണ്ട്. മധുരം കുറച്ച് നിങ്ങളുടെ മധുരം നിങ്ങളുടെ ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. പാല് കുറച്ചും കൂടി ഒന്ന് തിക്കാവാനുണ്ട്. തിക്കാവാൻ വേണ്ടി മിൽക്ക് മെയ്ഡോ നല്ലതാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് ഇങ്ങനൊരു ക്യാരറ്റ് പായസം ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഷിനിജി ബൈ പറ. ബൈ. Bye all. See you on next video.